ഹായ് ഓൾ. അപ്പോൾ നമ്മളുടെ SBI PO, IBPS PO ഇതിന്റെ പ്രിലിമിനറി എക്സാമിനേഷനുകളുടെ പീരീഡ് അവസാനിച്ചിട്ടുണ്ട്. ഇനി അപ്കമിങ് മന്ത്സ് അല്ലെ, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഇതിന്റെ മെയിൻസ് എക്സാമിനേഷന്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മെയിൻസ് എക്സാമിനേഷന് നമുക്ക് ഏവർക്കും അറിയാം, നമുക്ക് ഒരു അതിഥിയും കൂടി ഉണ്ട്. അത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായിട്ട് RBIയുടെ പുതിയ സർക്കുലർസും ഗൈഡ് ലൈൻസും ഉൾപ്പെടുത്തിയ വിവരവും എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എല്ലാ കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ RBI സർക്കുലേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യത, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഒരു മോഡൽ എന്തായിരിക്കും, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിന്റെ ഉത്തരങ്ങളും ചെറുതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ജനറൽ അവയർനെസ് പഠിച്ചു പോകുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് RBI ഗൈഡ് ലൈൻസിനെ സർക്കുലേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ഉത്തരം എഴുതാനായിട്ട് കഴിയും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ RBI ഗൈഡ് ലൈൻസ് ആൻഡ് സർക്കുലേഴ്സ് ബേസ്ഡ് ഓൺ 2025 നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിസ്കസ് ചെയ്യുകയാണ്. ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ റെഡി അല്ലേ? അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ലെൻഡിംഗ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിരുന്നു, പുറത്തിറക്കിയിരുന്നു. അതിനകത്ത് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. RBI 2025 ഡിജിറ്റൽ ലെൻഡിംഗ് ഡിറക്ഷൻ റിക്വയർ റിപ്പോർട്ടിംഗ് വിയ വിച്ച് പോർട്ടൽ ബൈ May 13, 2025. അപ്പൊ May 13, 2025 ഡിജിറ്റൽ ലെൻഡിംഗ് ഡയറക്ഷന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ത് വഴിയാണ്, ഏത് പോർട്ടൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നെഫ്റ്റ് CIMS ഉണ്ട്, RTGS നീറ്റ് ഉണ്ട്, CIMS അതായത് സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ DLAPS ഉണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. അപ്പം ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. RBI's Digital Lending Direction 2025 mandate that regulated entities report the details of their digital lending apps. അപ്പോൾ ഡിജിറ്റൽ ലെൻഡിങ് ആപ്സിന്റെ ഡീറ്റെയിൽസ്, അതായത് നമുക്കറിയാം ഡിജിറ്റൽ ലെൻഡിങ് ആപ്സ് ഇപ്പൊ എന്താണ്, വളരെ പോപ്പുലർ ആണ്. നമ്മളുടെ ഡിജിറ്റൽ ലെൻഡിങ് ഇൻഡെക്സ് അല്ലയോ, അത് more than 65 എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ നമുക്ക് വലിയ റേറ്റിംഗ് ആണ് ഈ കാര്യത്തിൽ ലോകത്താകമാനം ഉണ്ടാവുന്നത്. ഡെവലപ്ഡ് ഇക്കോണമീസ് പോലും നമ്മളുടെ ഡിജിറ്റൽ ലെൻഡിങ് അപ്രോച്ചസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വെൽക്കം ചെയ്യുന്നുണ്ട്, അവരത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ ഒരു കാര്യങ്ങളാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളും ആ മേഖലയിൽ കാണുന്നില്ലേ, ഉണ്ട് അല്ലെ, ചെറിയ പ്രശ്നങ്ങളും ആ മേഖലയിൽ കാണുന്നുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ? ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങൾ, കൺസ്യൂമർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, May 13 കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ലെൻഡിംഗ് ഡിറക്ഷൻ മാൻഡേറ്റ് ചെയ്യുന്നത് എന്താണ്, എല്ലാ ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പുകളും സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് വഴി എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സർക്കുലേഴ്സും ഗൈഡ് ലൈൻസും ഇപ്പോൾ ഡിജിറ്റൽ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടും ഡിജിറ്റൽ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടും തേർഡ് പാർട്ടി ആപ്പുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ വരാറുണ്ട്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്താൽ ആ ഒരു ജോണറിൽ വരുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം പറയുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അത് നിന്ന് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബൈ വെൻ മസ്റ്റ് എൻറ്റിറ്റീസ് അപ്ലോഡ് ദെയർ ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പ് ഡേറ്റ ഓൺ ടു CIMS പോർട്ടൽ. അപ്പൊ CIMS പോർട്ടലിലൂടെ എന്ത് ചെയ്യണം, വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നു. അത് എന്നാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലെ, അത് എന്നാണെന്നു എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഓപ്ഷൻ ഒന്ന് നോക്കാം നമുക്ക്. June 1, 2025, June 15, 2025, July 31, 2025, അതേപോലെ തന്നെ April 30, 2025. അപ്പം രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ തേർഡ് ആണ്. ഏതായിരുന്നു അത്? നമ്മളുടെ എന്താണ്, June 15 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, RBI specified that entities must have until June 15, 2025 to upload their information into CIMS portal. CIMS പോർട്ടൽ എന്താണ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ ഒരു ഡേറ്റ. രണ്ടാമത്തെ ഡേറ്റ അതിന്റെ ലാസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് എന്നായിരുന്നു എന്നുള്ള ഒരു ഡേറ്റ. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരുന്നു? June 15, 2025. June 15, 2025. ഓക്കെ, അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് വേറൊരു സർക്കുലറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വാട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഡിഡ് RBI made to risk weight norms for consumers microfinance loan in early 2025.
അപ്പം കൺസ്യൂമർ മൈക്രോ ഫിനാൻസ് ലോൺസുമായി ബന്ധപ്പെട്ട റിസ്ക് വെയിറ്റേജ് നോംസിലെ ഒരു ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇത് വളരെ എന്താണ് പോസിറ്റീവ് സെൻസോട് കൂടി നമ്മൾ എല്ലാവരും വെൽക്കം ചെയ്ത ഒരു സർക്കുലർ ആണ്. അപ്പൊ പോസിറ്റീവ് സെൻസോട് കൂടിയിട്ടുള്ള ആൻസർ തന്നെ ഇതിനകത്ത് നമുക്ക് വരാം. ഇൻക്രീസ്ഡ് ഫ്രം 100 to 125%, reduced from 125% to 100%, raised to 150%, no change has been made, none of this. ഇപ്പോൾ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം RBIയുടെ പുതിയ റിസ്ക് വെയിറ്റേജ് നോംസ് പ്രകാരം കൺസ്യൂമർ മൈക്രോ ഫിനാൻസ് ലോൺസുമായി ബന്ധപ്പെട്ട നോംസിന്റെ 125%-ൽ നിന്ന് 100%-ലേക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ആൻസർ ഏത് വരും? സി അല്ലെ? ഓപ്ഷൻ സി അല്ലല്ലോ, ഓപ്ഷൻ ബി ആണ് അല്ലെ? സി റൈസ് ടു 150% ആണ്. ഓക്കെ, അപ്പൊ ബി ആണ് വരുന്നത്. റെഡ്യൂസ്ഡ് ഫ്രം 125% to 100%. In February 2025, Reserve Bank of India revised its tighter policy. അപ്പോൾ 125% എന്ന് പറയപ്പെടുന്നത് റിസ്ക് വെയിറ്റേജിനെ സംബന്ധിച്ച് വളരെ വലിയൊരു റേറ്റ് ആണ്. അപ്പം ലോൺ ലെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറയും അല്ലെ? 125%-ൽ നിന്ന് 100% ആയിട്ട് കുറച്ചു. മൈക്രോ ഫിനാൻസ്, കൺസ്യൂമർ മൈക്രോ ഫിനാൻസ് ഇത്രയും കൂടി എന്തായി? ഈസിനെസ് ഉള്ളതായി മാറി അല്ലെ? കൺസ്യൂമർ മൈക്രോ ഫിനാൻസ് എന്തായി മാറി? ഇത്രയും കൂടി ഈസിനെസ് ഉള്ള ഒരു ടാസ്ക് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഫോർത്ത് വൺ ഈസ് under the revised priority sector lending guidelines effective from April 1st, 2025, which of the following is not included? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയൊരു ഗൈഡ് ലൈൻ April 1st, 2025 മുതൽ ഇഫക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഉൾക്കൊള്ളാത്തത് ഏതാണ്? ഒന്നാമത്തെ ഏതാണ്? ഹയർ ലോൺസ് ലിമിറ്റ്സ് ഫോർ ഹൗസിംഗ്. ഓപ്ഷൻ ബി ഇൻക്ലൂഷൻ ഓഫ് റിന്യൂവബിൾ എനർജി ലോൺസ്, ലോവറിംഗ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് PSL ടാർഗറ്റ്സ്, റിമൂവൽ ഓഫ് ലോൺ ക്യാപ് ബിറ്റ്വീൻ വിമൺ ബോറോവേഴ്സ്, നൺ ഓഫ് ദിസ്. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൽ പുതിയ PSL ലെൻഡിംഗ് പ്രകാരം അതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹയർ ലോൺ ലിമിറ്റ് ഫോർ ഹൗസിംഗ്, ഹൗസിംഗ് ലോൺസ് പൊതുവെ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരു നോംസ് വന്നിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി ലോൺസ്, നമുക്ക് നെറ്റ് സീറോ ന്യൂട്രാലിറ്റി, കാർബൺ ന്യൂട്രാലിറ്റി 2070 എന്നുള്ള ടാർഗറ്റ് ഇയറിലേക്ക് പോകുമ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസുമായി ബന്ധപ്പെട്ട ലോൺ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി റിമൂവൽ ഓഫ് ലോൺ ഗ്യാപ് ഫോർ വിമൺ ബോറോവേഴ്സ്, വിമൺ ബോറോവേഴ്സിന് കൂടുതൽ ലോൺ കിട്ടാനായിട്ട് അവരുടെ ലോൺ ഗ്യാപ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു സർക്കുലർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. ലോവറിംഗ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് PSL ടാർഗറ്റ്, അപ്പൊ അതിനകത്ത് നോട്ട് ഇൻക്ലൂഡഡ് ആണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആൻസർ സി. ദ ഗൈഡ് ലൈൻ ആക്ച്വലി റൈസ്ഡ് നോട്ട് ലോവേർഡ്. മനസ്സിലായല്ലോ? അപ്പം ലോവർ ചെയ്തു എന്നാണ് പറയുന്നത്. അത് 60% ആയിട്ട് ഹയർ അപ്പ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ PSL ടാർഗറ്റുകൾ 60% ആയിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പ് ചെയ്യുകയായിരുന്നു, വർദ്ധിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫിഫ്ത്ത് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഫീച്ചേഴ്സ് റിഗാർഡിംഗ് ഡിജിറ്റൽ ബാങ്കിംഗ് ഓതറൈസേഷൻ ഡിഡ് RBI proposed in 2025 draft? Option A, allow promotion of third-party products freely. Ban promotion of third-party products unless it's authorized. Require no customer consent for digital services. Allow bank to embed third-party apps. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് ഓതറൈസേഷനുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാണ് നോംസ് ഇതിലൂടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ എന്താണ് സ്കാംസ് ഒഴിവാക്കാനും അതേപോലെ തന്നെ ഈ നള്ളിഫിക്കേഷൻ ഒക്കെ ഒഴിവാക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാൻ ഓഫ് പ്രൊമോഷൻ ഓഫ് തേർഡ് പാർട്ടി പ്രോഡക്ട്സ് അൺലെസ് ഇറ്റ്സ് ഓതറൈസ്ഡ്. അതായത് തേർഡ് പാർട്ടി പ്രോഡക്റ്റുകളുടെ പ്രൊമോഷൻ സെൻട്രൽ ബാങ്ക് ഓതറൈസേഷൻ ഇല്ലാതെ ഡിജിറ്റൽ ബാങ്കിങ് നെറ്റ്വർക്കുകളിലൂടെ നൽകരുത്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇൻ ഡിജിറ്റൽ ബാങ്കിങ് ചാനൽ ഓതറൈസേഷൻ ഡയറക്ഷൻ 2025, RBI proposed banning of promotion of third party products in digital platform unless especially authorized. നമ്മൾ ഏതെങ്കിലും ഡിജിറ്റൽ ബാങ്കിങ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ അല്ലെ, ബഫറിംഗ് ടൈമിലൊക്കെ ഏതെങ്കിലും ഒരു ബ്രോഷറോ ഒരു ജസ്റ്ററോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പരസ്യമോ വോയിസോ അത് ഒക്കെ എന്ത് ചെയ്യുന്നു? അംഗീകാരമില്ലാതെ ഒരു കാരണവശാലും അതിനെ എന്ത് ചെയ്യരുത്? കസ്റ്റമറിനെ അത് കൊടുത്ത് അവരെ എന്താക്കരുത്? അവരെ അവരെ സമയം കളയരുത്.
അവർക്ക് അവരുടെ വിലപ്പെട്ട ടൈം ഇല്ലാതാക്കരുത്, അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കരുത്. അപ്പം ഏതൊക്കെ പരസ്യങ്ങളാണ് വരുന്നത്? ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ഇപ്പം ഇതുപോലെയുള്ള ബാങ്കിങ് ചാനൽസിലൂടെ ഒക്കെ കൂടുതലായിട്ട് എന്താണ് ഗ്യാംബ്ലിങ്ങിന്റെ ബെറ്റിങ്ങിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ കയറി വന്നാൽ അത് പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓതറൈസ് ചെയ്യപ്പെട്ട തേർഡ് പാർട്ടി പ്രൊമോഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിവിടെ പറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാൻ പ്രൊമോഷൻ ഓഫ് തേർഡ് പാർട്ടി പ്രൊഡക്ട്സ് അൺലെസ് ഓതറൈസ്ഡ്. ഓതറൈസേഷൻ ഇല്ലാതെ അത് ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KYC നോംസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓരോ വർഷവും ഇറങ്ങുന്ന സർക്കുലേഴ്സിന്റെ നമ്പർ ഓഫ് സർക്കുലേഴ്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ വർധനവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വാട്ട് ന്യൂ ഫ്ലെക്സിബിലിറ്റി ഡിഡ് RBI's 2025 ഗൈഡ്ലൈൻസ് ബ്രിങ് ടു റീആക്ടിവേറ്റിംഗ് ഇന്നോപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ട്സ്? നമുക്കറിയാം, ഇന്നോപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം വളരെ കൂടുതലാണ് നമ്മുടെ രാജ്യത്ത്. നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു മിനിമം ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പ്രായം 10 വയസ്സ് മതി. ഇപ്പോൾ 10 വയസ്സിലോ 11 വയസ്സിലോ ഒക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, മീൻസ് കോളേജിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തിരി പ്രായമാകും, ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് എടുക്കും. ഇതങ്ങ് ഇന്നോപ്പറേറ്റീവ് ആയിട്ട് എടുക്കും, അല്ലയോ? ഈ ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ട് മണി ലോണ്ടറിങ്ങിന്റെ ഒരു ടൂളായി മേ ബി നമ്മൾ പോലും അറിയാതെ മാറിയിട്ടുമുണ്ട്. ഇപ്പൊ KYC നോംസ് വളരെയധികം സ്ട്രിക്റ്റ് ആക്കുന്ന ഒരു കാലഘട്ടത്തിൽ KYC നോംസ് ഇതിലൂടെ എന്താണ് സിംപ്ലിഫൈ ചെയ്തു. കൂടുതൽ ആൾക്കാരെ എന്ത് ചെയ്യുന്നു, KYC നോംസ് ചെയ്യാത്ത ആൾക്കാരെ എന്ത് ചെയ്യുന്നു, KYC നോംസിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ട് കണ്ടെത്തി അതിനെ ഓപ്പറേറ്റീവ് ആക്കാനും അതിലേക്ക് അല്ലെങ്കിൽ അത് ഇനി വേണോ എന്നുള്ള കാര്യം ബാങ്കിനൊക്കെ തീരുമാനിക്കാനും KYCയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള എന്താണ് ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. എന്താണ് ആ ഗൈഡ് ലൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്ഷൻ എ, KYC ഓൺലി ആയിട്ട് ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ച്. ഇതൊക്കെ പണ്ടേ ഒഴിവാക്കിയ സാധനമാണ്. അപ്പോൾ ഓപ്ഷൻ എ വരുന്നില്ല. ഓൺലി ഇൻ പേഴ്സൺ KYC അലൗഡ്, അതായത് നമ്മൾ നേരിട്ട് ബാങ്കിൽ ചെന്നാൽ മാത്രം KYC അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതി. അടുത്ത എന്താണ്, KYC via video or any branch or any business correspondent. ഓപ്ഷൻ ഡി, മാൻഡേറ്ററി നോട്ടറൈസ്ഡ് അഫിഡവിറ്റ്, അതായത് നോട്ടറിയുടെ അതോറിറ്റി സൈൻ ചെയ്ത് അഫിഡവിറ്റ് ഫൈൻ ചെയ്ത് ഡിജിറ്റൽ ആധാർ. അപ്പോൾ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം, നമുക്കിനി KYC വിയ വീഡിയോ ഓർ എനി ബ്രാഞ്ച് ബിസിനസ് കറസ്പോണ്ടൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യുവാനായിട്ട് കഴിയും. മനസ്സിലായാലോ, ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, സി ആണ്. അപ്പം RBI ഇൻട്രൊഡ്യൂസ്ഡ് ഫ്ലെക്സിബിൾ KYC ഓപ്ഷൻ വിയ വീഡിയോ എനി ബ്രാഞ്ച് ത്രൂ ബിസിനസ് കറസ്പോണ്ടൻസ് ടു റീആക്ടിവേറ്റ് ഡോർമെന്റ് അക്കൗണ്ട്. നമ്മളിങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡോർമെന്റ് അക്കൗണ്ട് ആൻഡ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. ഒരു ഡെപ്പോസിറ്റ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആവുന്നത് 10 ഇയർ ഓർ മോർ, അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള പരിപാടിയും നടന്നില്ല എങ്കിൽ അത് എന്തായി മാറും, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ആയി മാറും. അപ്പോൾ ഡോർമെന്റ് അക്കൗണ്ടുകളെ തിരിച്ച് റീആക്ടിവേറ്റ് ചെയ്യാനും അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളെ ക്ലെയിം ചെയ്യാനും നമുക്ക് എന്താണ്, ഫ്ലെക്സിബിൾ KYC ഓപ്ഷൻ വയ വീഡിയോ ഓർ എനി ബാങ്ക് ബ്രാഞ്ച്, ബാങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം. അപ്പൊ ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. ഇൻ ഓഗസ്റ്റ് 2025 വാട്ട് മിനിമം എക്സ്പോഷർ മസ്റ്റ് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ടു റീറ്റെയിൻ ഈച്ച് കോ-ലെൻഡിങ് ലോൺ? കോ-ലെൻഡിങ് ലോണുകളുടെ എന്താണ് അതിന്റെ എന്താണ് മിനിമം എക്സ്പോഷർ എത്ര പെർസെന്റേജ് ആയിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ആൻസർ എന്ന് പറയുന്നത് 10% ആണ്. എത്ര പെർസെന്റേജ് ആണ്? 10%. ദി അപ്ഡേറ്റഡ് കോൾ ലെൻഡിംഗ് ഫ്രെയിംവർക്ക് റിക്വയർസ് ദാറ്റ് റെഗുലേറ്റഡ് എൻറ്റിറ്റി റീറ്റെയിൻ അറ്റ്ലീസ്റ്റ് 10% ഓഫ് എവരി ഇൻഡിവിജ്വൽ ലോൺ അറ്റ് ദെയർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത് എത്ര ശതമാനം മാത്രമായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 10%. എത്ര ശതമാനമാണ്? 10% ആണ് ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്താണെന്ന് അറിയാലോ. ഏർലി റിഡംഷൻ വിൻഡോ വന്നിട്ടുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. അതിന്റെ ഏർലി റിഡംഷൻ വിൻഡോ 2025-26 പീരീഡിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സർക്കുലറിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ പീരീഡ്? ജൂലൈ സെപ്റ്റംബർ 2025 ആണോ? ഒക്ടോബർ 2025 മുതൽ മാർച്ച് 2026 വരെയാണോ? ജാനുവരി ജൂൺ 2026 ആണോ? ഡിസംബർ 2025 മുതൽ മാർച്ച് 2026 ആണ്. ഇതിന്റെ ഒരു പീരീഡ് മിക്കവാറും വരുന്നത് നമുക്ക് എൻഡ് ചെയ്യുന്നത് മാർച്ച് 2026 അപ്പൊ ഈ മാർച്ച് 2026 വരുന്ന രണ്ട് ഓപ്ഷൻ ബിയും ഇയും ഉണ്ട്. ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് സോവറിൻ ബോണ്ട്സ് ഏർലി റിഡംഷൻ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 2025 മുതൽ മാർച്ച് 2026 വരെയാണ്. മാർച്ച് 2026 വരെയാണ്. ഒക്ടോബർ 2025 മുതൽ മാർച്ച് 2026 വരെയാണ് ആ ഒരു വിൻഡോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ളത്, ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം
അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വായിച്ച് ഉത്തരം പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആൻസേഴ്സും ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 9th ചോദ്യമാണ്. RBI ഡിസ്കഷൻ പേപ്പർ ഓൺ ഇൻഫ്ലേഷൻ ഫ്രെയിംവർക്ക് ഇൻ ഓഗസ്റ്റ് 2025 പ്രപ്പോസ്ഡ് എക്സാമിനിങ് എ ഷിഫ്റ്റ് ഫ്രം ഹെഡ്ലൈൻ ടു. അതായത് നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഇൻഫ്ലേഷൻ ഫ്രെയിംവർക്കുകൾ മാറേണ്ട ഒരു കാലമായി എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുമ്പ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീതി ആയോഗാണ്. അപ്പം അതിന്റെ ഒരു പുതിയൊരു ഫ്രെയിംവർക്ക് വരികയാണ്. ആ ഫ്രെയിംവർക്കിന് കൊടുത്തിട്ടുള്ള പേരെന്താണ് എന്ന് ചോദിച്ചാൽ അസറ്റ് ഇൻഫ്ലേഷൻ ആണോ, കോർ ഇൻഫ്ലേഷൻ ആണോ, എക്സ്പോർട്ട് ഇൻഫ്ലേഷൻ ആണോ, ഡിഫ്ലേഷൻ ഇൻഡെക്സ് ആണോ, പ്രൈസ് ഇൻഡെക്സ് ആണോ? ഇപ്പൊ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇക്കോണമി ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കോർ ഇൻഫ്ലേഷൻ അനലൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അനലൈസ് ചെയ്യാൻ തീരുമാനിച്ചു? കോർ ഇൻഫ്ലേഷൻ. അസറ്റ് ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, എക്സ്പോർട്ട് ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, പ്രൈസ് ഇൻഡെക്സ് ആയിക്കോട്ടെ. ഡിഫ്ലേഷൻ ഇൻഡെക്സ് ഓൾറെഡി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്തായാലും ഉത്തരവായിട്ട് വരില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കോർ ഇൻഫ്ലേഷൻ, അതായത് കോർ റീസൺ എന്താണ്? ഒരു ഇൻഫ്ലേഷണറി കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ കോർ റീസൺ എന്താണ്? കോർ എക്സ്പ്ലോറിംഗ് ദ ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ടു കോർ ഇൻഫ്ലേഷൻ. നമ്മളിപ്പം ഹെഡ്ലൈനിൽ കാണുന്നത്, അതായത് അതിന്റെ തൊലിപ്പുറത്തുള്ള ചികിത്സ, അല്ലെങ്കിൽ എന്താണ് സ്കിൻ ടോൺ ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ സ്കിൻ ടോൺ ട്രീറ്റ്മെന്റ് അല്ല നമുക്ക് വേണ്ടത്, കോർ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്ത് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇൻഫ്ലേഷൻ വളരുന്നത്? അതിന്റെ കാര്യത്തിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. നമുക്കറിയാലോ, നമ്മുടെ ഒരു ഹെൽത്തി ഇക്കോണമി കണ്ടീഷനിൽ 3.5% ആണ് നമുക്ക് മാക്സിമം താങ്ങാൻ കഴിയുന്ന ഇൻഫ്ലേഷണറി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട്, 2.8, 3 ഒക്കെ നിൽക്കുകയാണ്. 4.4, 4.8 എന്നൊക്കെ പറയുന്ന വലിയ റേറ്റിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പോയിട്ടുണ്ട്. അത് നമുക്ക് തടയാൻ പറ്റത്തില്ല, തടയാൻ കഴിഞ്ഞില്ല ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർജറ്റ് മാറുകയാണ്. ടാർജറ്റ് ഡിസ്കഷനും പോളിസിയും കോർ ഇൻഫ്ലേഷനിലേക്ക് മാറുകയാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് RBI's ഫ്രീ AI ഫ്രെയിംവർക്ക് എംഫസൈസ് ആസ് ദി നെസസറി ഫോർ AI ഡിപ്ലോയ്മെന്റ് ഇൻ ഫിനാൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളുടെ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രെയിം എന്താണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അൺറെഗുലേറ്റഡ് ഇന്നോവേഷൻ, മിനിമൽ ഓവർസൈറ്റ്, ഗവേണൻസ് സ്ട്രക്ചർ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഓൺലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഓപ്ഷൻ ഇ നൺ വരുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗവേണൻസ് സ്ട്രക്ചർ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. എന്തിനാവശ്യം? AI ഫ്രെയിംവർക്കുകൾ, AI ഡിപ്ലോയ്മെന്റ് ഫിനാൻസിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും ആവശ്യമായി വേണ്ടതെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രി എക്സ്പേർട്സ് പോയിന്റ് ഔട്ട് ദാറ്റ് RBI's ഫ്രീ AI ഫ്രെയിംവർക്ക് റിക്വയർ റോബസ്റ്റ് ഗവൺമെന്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ടു എൻഷുർ ട്രസ്റ്റ്വർത്തി AI ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പൊ AI സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പാനൽ RBIയുടെ എക്സ്പെർട്ടുകൾ, മെയിൻലി RBI ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഹെഡ് ചെയ്യുന്ന ഒരു പാനൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വിവരങ്ങളിൽ ഗവൺമെന്റ് സ്ട്രക്ചറും കപ്പാസിറ്റി ബിൽഡിങ്ങും AI ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വളരെയധികം മസ്റ്റ് ആണ്. കാര്യം ഇവിടെ ഇന്ത്യൻ ഇക്കോണമി പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം പ്രകാരം നാഷണലൈസേഷനിലൂടെ കടന്നു വന്നതാണ്. പിന്നീട് പ്രൈവറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം വെരി മച്ച് അഫോർഡഡ് ടു അവർ എക്കോണമി, വെരി മച്ച് അക്കോർഡഡ് ടു ഗവേണൻസ്. അതായത് ഗവൺമെന്റ് സിസ്റ്റം, ഗവൺമെന്റിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് ട്രസ്റ്റ് വർത്തി AI ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ക്ലാസ്സിൽ പ്രോമിസ് ചെയ്തിട്ട് ഒരു 10 ചോദ്യങ്ങൾ, ഒരു 10 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞുകൊണ്ട് പ്രിലിംസിന്റെ സീസൺ ഒക്കെ കഴിഞ്ഞു അല്ലെ? എസ്പെഷ്യലി IBPS PO, SBI POസിന്റെ ഒക്കെ എന്ത് ചെയ്തു? പ്രിലിം സീസണിലേക്ക് കഴിഞ്ഞു. ഇനി മെയിൻസിലേക്കും എത്തുകയാണ്. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്ത പല കൂട്ടുകാരും ഇപ്പോഴും ക്ലാസ്സിലുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്ത ആൾക്കാർ. പക്ഷേ മെയിൻസിലേക്ക് എത്തുമ്പോൾ അതിന്റെ ടോപ്പിക്കുകൾ വായിച്ചു നോക്കുമ്പോൾ അത് നോട്ട് ജസ്റ്റ് GA, ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നോക്കുമ്പോൾ തളർച്ച വരുന്നുണ്ട്, പതർച്ച വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഇനി ഒന്നും ഉണ്ടാവരുത്. തളരരുത്, പതറരുത്. എൻട്രിയുടെ എന്താണ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക്, അതായത് PO എക്സാമിനേഷൻസിന്റെ മെയിൻസിന് ഉള്ള സ്പെഷ്യൽ ട്രെയിനിങ് ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. എക്സാംസിന്റെ ടോപ്പിക് ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ essay റൈറ്റിംഗ് ആയിക്കോട്ടെ,
ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഒറ്റ കോഴ്സിലൂടെ ലഭിക്കുന്നു. ഈ കോഴ്സ് ഹെഡ് ചെയ്യുന്നത് വൺ ഓഫ് ദി ലീഡിംഗ് പൈനിയർ എക്സ്പേർട്ട് ഇൻ ബാങ്കിങ് ഫീൽഡ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറാണ്. നമ്മളെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറാണ്. സാർ പല ബാങ്കുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവസാനം അദ്ദേഹം ജനറൽ മാനേജറായിട്ട്, ബാങ്കിങ് സ്കീമിൽ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും പൈനിയർ ആയിട്ടുള്ള ഒരു ബാങ്കിങ് മെന്ററും ട്രെയിനറുമാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ. ഉണ്ണികൃഷ്ണൻ സാറിനെ പലർക്കും അല്ലെ, ക്ലാസ് കാണുന്ന പലർക്കും നേരിട്ടറിയാം. അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ നടക്കുന്ന IBPS SBI PO മെയിൻസ് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, എസ്പെഷ്യലി ഫോർ മെയിൻസ് ആണ്, മെയിൻ സ്പെഷ്യൽ ബാച്ച് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങളുടെ ഒരു കരിയർ ടേണിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഓഫ് കോഴ്സ് മറ്റു വൈശാഖ് സാർ ഉൾപ്പെടെ, ശ്യാം സാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കാവ്യ മിസ് ഉൾപ്പെടെയുള്ള ഫാക്കൽറ്റീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ മെയിൻസിന് പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലീറ്റ് ഗൈഡൻസിലൂടെയും എക്സ്പെർട്ട് മെന്റർഷിപ്പിലൂടെയും നിങ്ങൾക്ക് മെയിൻസ് ക്രാക്ക് ചെയ്ത് മെയിൻ ആകാം. നമുക്ക് എന്താകണം? മെയിൻ ആകണം. മെയിൻസ് ക്ലിയർ ചെയ്യണം. ഈ ഇയറിൽ തന്നെ 2026 മാർച്ച് 31 മുമ്പ് നമുക്ക് എവിടെ പ്ലേസ്മെന്റ് കിട്ടണം? ബാങ്കിൽ പ്ലേസ്മെന്റ് കിട്ടണം. അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ എക്സ്ക്ലൂസീവ് മെയിൻസ് സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ബാങ്ക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അക്കാഡമിക് ഡൗട്ട്സും ക്ലിയർ ചെയ്യുവാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എക്സ്പേർട്ടുകൾ നിങ്ങളുടെ കോളിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്: 7736122215. ഓക്കെ, 7736122215. ഓർ ഇനി കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്കിന് താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഞങ്ങളെ റീച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇനി ആ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന പ്രോബ്ലം മുതൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, അന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ എക്സ്പെർട്ട് പാനൽ നിങ്ങൾക്ക് അതിന്റെ സംശയ ദൂരീകരണം, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയൊരു അതിഥിയാണ് RBI നോം സർക്കുലർ ആൻഡ് ഗൈഡ് ലൈൻസ്. ചോദ്യങ്ങൾ വരുന്നതും സർക്കുലേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കാം അവരെടുക്കുക എന്നുള്ളതിനുള്ള ചെറിയ ഒരു റൂട്ടാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ബന്ധപ്പെടുമല്ലോ. അപ്പോൾ വീണ്ടും എൻട്രിയിലൂടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. ബെസ്റ്റ് ഓഫ് ലക്ക്.